ये कुड़िया नशे दिया कुड़िया, ये मुंडे गली के गुंडे, ये कुड़िया नशे दिया पुड़िया, ये मुंडे गली के गुंडे, नशे दिया पुड़िया। गली के गुंडे। मेहंदी लगा के रखना, डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, लेने तुझे गोरी आएंगे तेरे सजना। मेहंदी लगा के रखना, डोली सजा के रखना, ओहो ओहो। हो सेहरा सजा के रखना, चेहरा छुपा के रखना, सेहरा सजा के रखना, चेहरा छुपा के रखना, ये दिल की बात अपने दिल में दबा के रखना। सेहरा सजा के रखना, चेहरा छुपा के रखना, मेहंदी लगा के रखना, डोली सजा के रखना। हाय 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 उड़ उड़ के तेरी जुल्फे करती है क्या इशारे, दिल थाम के खड़े हैं आशिक सभी कवारे, चुप जाए सारी कुड़िया घर में शर्म के मारे, गाँव में आ गए हैं पागल शहर के सारे। नजरें चुका के रखना, दामन बचा के रखना, नजरें चुका के रखना, दामन बचा के रखना, लेने तुझे गोरी आएंगे तेरे सजना। मेहंदी लगा के रखना, डोली सजा के रखना, सेहरा सजा के रखना, चेहरा छुपा के रखना। ओ, आ, ओ, आ, मैं एक जवान लड़का, तू एक हसीन लड़की, ये दिल में चल गया तो मेरा कसूर क्या है, रखना तो दिल पे काबू, ये हुस्न तो है जादू, जादू ये चल गया तो मेरा कसूर क्या है, रास्ता हमारा तकना, दरवाजा खुला रखना, रास्ता हमारा तकना, दरवाजा खुला रखना, लेने तुझे गोरी आएंगे तेरे सजना। कुछ और अपना कहना, कुछ और अपना करना, कुछ और अपना कहना, कुछ और अपना करना, ये दिल के बात अपने दिल में दबा के रखना। मेहंदी लगा के रखना, डोली सजा के रखना, सेहरा सजा के रखना, चेहरा छुपा के रखना। शाबा ओए 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 शाबा ओए 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 शाबा ओए 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 शाबा। ओए 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 शाबा 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 अरे वाह 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 वाह, क्या बात है। താങ്ക് യു ഹന ഓ ചേച്ചി ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു
പിന്നെ ഇവിടെ തന്നെ ഇവിടെ മാത്രം ഒന്ന് ഡാൻസ് കളിച്ച എങ്ങനെ ഓടി നടന്ന് ഡാൻസ് കളിക്കായിരുന്നില്ലേ? പാട്ട് കൈവിട്ട് പോണോ നിനക്ക് പാടും? അങ്ങനെയല്ല, കുറച്ചൊന്ന് എന്തെറ്റി? നമുക്കൊരു തണ്ണി തൊട്ടി ഓർമ്മയുണ്ടല്ലോ. ഇവിടെ റീത്ത് വിഷയമാവാതിരിക്കാൻ വേണ്ടിയാ ചെയ്ത്. വിഷയം ഓക്കെ. ഹിന്ദിയൊക്കെ അറിയാല്ലേ? ഇല്ല, അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി ഭയങ്കര ഇതിലൊക്കെ അതെ, എനിക്കറിയാം. ഷാൻ റഹ്മാൻ സാറിനും ശരത് സാറ് തമിഴാണ്. മഞ്ജരി മാമിന് നല്ലതായിട്ട് അറിയാന്ന് വിചാരിച്ചു. അല്ല, അറിയാലോ. വിചാരം മാത്രമേ ഉള്ളൂ. സത്യമാണ് മക്കളെ, അത് സത്യമായിരുന്നു. അപ്പം ഞാന് അത് ആക്ഷൻസ് ഒക്കെ അതിനകത്ത് പഠിച്ചു. അപ്പൊ ഞാനങ്ങ് പഠിച്ചു. ഇന്നലെ രാത്രി ഇരുന്ന് അതിന്റെ ഇങ്ങനെ അവര് കാണിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാനതൊക്കെ നോക്കി പഠിച്ചു. പിന്നെ ഷാഹുൽ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഷാഹുൽ എന്താ ഹെൽപ്പ് ചെയ്ത്? അവിടെ തന്നെ നിൽക്കാൻ. ഞാൻ ഒട്ടും ഡാൻസ് കളിക്കാത്ത ഒരാളാണ്. എന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അറിയാലോ. എനിക്കറിഞ്ഞു, ഞങ്ങളുടെ കാണുമ്പോ അറിയാം. ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. ഹന ഡാൻസ് കളിക്കും എന്ന് വിചാരിച്ചു. അല്ല, ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ ഉഗ്ര ഒരു ഡാൻസറാന്ന് തോന്നി. ആ ബോഡി ലാംഗ്വേജ് കണ്ടു. താങ്ക് യു സാർ. ഇച്ചിരി വട്ടാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചുമ്മാതെങ്കിലും ഡാൻസ് ചെയ്യോ വീട്ടിലൊക്കെ? ചുമ്മാതെ ഓഫ് കോഴ്സ്. അല്ല, നമ്മള് കഴിച്ചിട്ട് വാഷ് ബേസിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ചെലപ്പം നമുക്കൊന്ന് നോക്കിയാലോ, നമുക്കൊന്ന് കണ്ടാലോ? ഒരു നീല കളർ വാഷ് ബേസിൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ? അയ്യോ, കഷ്ടം. അത് ക്ലോസറ്റ് ഞാൻ രാജിവെക്കുവാ, നിങ്ങൾ ആരും വിചാരിക്കണ്ട. സോറി. ഒരു ഗ്രൂപ്പ് കൊടുക്കും സ്വാമികളെ. അനങ്ങോട് വേസ്റ്റപ്പെട്. അവള് വാഷ് ബേസിന്റെ ഇടയ്ക്കിങ്ങനെ വായിലോട്ടൊക്കെ കൈ പോകുന്നുണ്ട്. അല്ല, അന്ന നന്നായിരുന്നു കേട്ടോ. ഇതാ ആ നാണം എടുത്ത് ദൂരെ കളഞ്ഞു. നന്നായിട്ടുണ്ട്. എന്നാ പിന്നെ ശരത് സർ. അന്ന നന്നായിരുന്നു, നല്ലൊരു ക്യൂട്ടായിരുന്നു. പാടുന്ന കാണാനും കേൾക്കാനും. ഇവിടെ ഒന്നും അങ്ങനെ ശരീരം അനങ്ങി ഒരു ജോലിയും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് പോണം. പക്ഷെ അത് നല്ലതായിരുന്നു. ചെയ്താണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കോറസ് എല്ലാവരും, നമ്മുടെ ക്യാപ്റ്റൻ അടക്കം കൊള്ളാം. നൈസ്. ഡിക്ഷന്റെ കാര്യമൊക്കെ ഷാൻ പറഞ്ഞോളും. എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായി കേട്ടോ. കാര്യം ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു ആ പെർഫോമൻസിന്. പിന്നെ ആ പാട്ട് നമുക്ക് അത് എത്രയോ കേട്ടിട്ടുള്ള പാട്ട്. ആ പാട്ട് തരേണ്ട ഒരു വികാരം നമ്മുടെ നെഞ്ചത്ത് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഹന. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അന്ന സർ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഓക്കെ, ആരൊക്കെയാണ് ഇതിന്റെ ആൾക്കാരൊന്ന് പറഞ്ഞേ? ഇത് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ഓ മൈ ഗോഡ്, ഇത് എഴുതിയത് ആനന്ദ് ഭക്ഷി എന്ന് പറയുന്നത്. സാറാണ് എഴുതിയത്. പിന്നെ ജതിൻ സാറും ലളിത് സാറും കൂടെയാണ് ഇത് കമ്പോസ് ചെയ്തത്. ജതിൻ ലളിത് എന്ന് പറയാം. ലക്ഷ്മികാന്ത് പ്യാരേലാൽ എന്ന് പറയുന്ന ജതിൻ ലളിത്. പാടിയത് ലതാജി പിന്നെ ഉദിത് നാരായൺ സാറും പാടിയത് ഡ്യുവറ്റ് സോങ് ആണ്. ഡ്യുവറ്റ് സോങ് ആണ് കേട്ടോ. ഷാനെ നോട്ട് ചെയ്തു. ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്യട്ടെ. നമ്മൾ അങ്ങനല്ല കേട്ടത്. അതെ, നമ്മൾ അങ്ങനെയല്ല. ഇപ്പം ലതാജി ഉദിത് നാരായണ സാറ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവളോട് ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഡിഷിന്റെ റെസിപ്പി വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസം എടുക്കും അതിന്റെ വിവരണം മുഴുവൻ. ഉണ്ടാക്കാൻ അറിയണ്ടേ? കുക്കിംഗ് അറിയോ നിനക്ക്? ആണോ? എന്തൊക്കെ കുക്ക് ചെയ്യും? നൂഡിൽസ്. വെള്ളം ചൂടാക്കുന്നു. നൂഡിൽസ് ചൂടുവെള്ളത്തിൽ ഇട്ടാ പോരെ? അതെ, അത് ഇടണ്ടേ? വെള്ളം ചൂടാക്കണ്ടേ? ഇത് മാഗിയാണോ? അത് ഫ്ലെയിം ഓൺ ചെയ്യണം.
പിന്നെ പാത്രം വെക്കണം, വെള്ളം ഒഴിക്കണം, ആ പിന്നെ ഒരു വെളി കയറി ഇരിക്കണം. നൂഡിൽസിന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എനിക്ക് ഓൾറെഡി ഒരു അനിയനുണ്ട്, ഒരു അനിയനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ കെട്ടിച്ചു കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചതായിരുന്നു. താങ്ക് യു. വളരെ രക്ഷപ്പെട്ടു. ഇപ്പൊ നീ നൂഡിൽസ് ഉണ്ടാക്കുന്ന വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി. എന്നും നൂഡിൽസ് കഴിക്കാന്ന് അനിയന്. ഓക്കെ, നൂഡിൽസ് അല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ പൊന്നിന്? എന്ത്? ബുൾസൈ. ചുമ്മാതല്ല മോളെ നീ ഒന്ന് ദേഹമാണെങ്കിൽ ഡാൻസ് ചെയ്യാതിരുന്നത്. വെള്ളം ചൂടാക്കും, നൂഡിൽസ് ഉണ്ടാക്കും, പുൽസൈ ഉണ്ടാക്കും, പിന്നെ കിടന്നുറങ്ങും. സ്വീറ്റ് ഹാർട്ട്. അത് പറയണേട്ടപ്പോ ഞാൻ ചെന്നോ അല്ലല്ല, ഞാൻ എന്റെ 18 വയസ്സായപ്പോ ഞാന് വീട്ടില് ചിക്കൻ കറി, അന്ന് നോമ്പായിരുന്നു, അപ്പം ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഞാൻ ഉണ്ടാക്കി. നോമ്പായതുകൊണ്ട് അത് ഉണ്ടാക്കി, അപ്പൊ ആരും കഴിക്കണ്ടല്ലോ. അല്ലേ? അല്ല ഉമ്മ നോമ്പ് സമയത്ത് ഉണ്ടാക്കിയാണോ? ചെയ്തായിരുന്നു. പിന്നെ ഈ എന്നിട്ട് വായി ഇടയ്ക്ക് വെച്ചോ, വായി ഇല്ല, വെച്ച് കഴിക്കാൻ അവരെല്ലാരും കഴിച്ചോ നോമ്പിലായിരുന്നു. മോളെ? കഴിച്ചില്ല. നന്നായിരുന്നു. അവള് ഇത് യൂട്യൂബിൽ നോക്കി നോമ്പിലായിരുന്നു. ചെയ്തതാ. ഞാൻ യൂട്യൂബ് നോക്കി ചെയ്യും. അപ്പം ഞാൻ ചെയ്ത് കഴിയുമ്പോ ഉമ്മി പറയും, ആ നല്ല കൈപ്പുണ്യമുള്ള കുട്ടിയാണ് ആര് പറയും? ഉമ്മി. അത് കഴിഞ്ഞിട്ട് അൽഫാം ഉണ്ടാക്കി, അത് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കി. അല്ല, ഇവിടെ വന്നതിന് ശേഷം, പരിപാടി തുടങ്ങിയതിന് ശേഷം ശേഷം അപ്പൊ അതും എന്റെ അനിയത്തി പറഞ്ഞു, ഉമ്മി ഞാൻ ഇങ്ങനത്തെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അത്ര വൃത്തികേടായിരിക്കും. അത് ചിലപ്പോ സത്യമായിരിക്കും. എങ്ങനെയാ അൽഫാം ഉണ്ടാക്കിയേ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ചിക്കൻ എടുക്കുക, വരയിടുക, പേന വെച്ചോ? അല്ല കീറണം. ചിക്കൻ ഇങ്ങനെ. പക്ഷെ ഞാനത് എന്ത് ചെയ്തതിന് ശേഷമാണ്, മസാലയൊക്കെ തേച്ചതിന് ശേഷമാണ് വരയിട്ടത്. കാരണം ഞാൻ മറന്നുപോയി. മോളെ ആദ്യം വര ഇട്ടിട്ട് വേണ്ട ഈ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. വരയിടാൻ മറന്നുപോയി. എന്നിട്ട് ഞാന് അതിന്റെ മസാലയൊക്കെ ഞാൻ തേച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഇച്ചിരി നേരം വെച്ചാ എന്നുവെച്ചാൽ അത് കുറച്ച് നേരം അത് വെക്കണം. എന്നിട്ട് അപ്പത്തേനും ഞാൻ എടുത്തു. പിന്നെ തണുപ്പ് മാറണം. ഫ്രൈ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതാണോ മറ്റേ ഐറ്റം? അൽഫാം. ഇതാണ് അൽഫാം. ഇങ്ങനെയാണ് കുട്ടികളെ അൽഫാം ഉണ്ടാക്കുന്നത്. ഒരു ചിക്കൻ എടുക്കുക, അതിന്റെ മുകളിൽ എന്തെങ്കിലും മസാല വെക്കുക, ഷാൻ അതിന്റെ മുകളിൽ വരയ്ക്കണം ആദ്യം. വരയ്ക്കണം. എന്നിട്ട് അത് പുറത്തെടുക്കുക, അത് ഫ്രൈ ചെയ്യുക. അത്ര ഇത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് സ്വാദിഷ്ടമായ അൽഫാം. തിന്ന് മരിച്ചോ? ഒരു മിനിറ്റ്, എടാ വിട്ടേക്ക്, നടക്കൂല. ഓ, അനിയനോട് പറഞ്ഞാണോ? സോറി, അനിയൻ പോയി കേട്ടോ. മോളെ നീ ഭാഗ്യക്കുറി എടുത്ത് അടിക്കും. കൊഴപ്പില്ല. ഓക്കെ ഷാനി. ഹന്ന, ഭയങ്കര രസമുണ്ടായിരുന്നു ഹന്ന അവിടുന്ന് പാടുന്നത്, കാണാനും കേൾക്കാനും. താങ്ക് യു സർ. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ഡുവറ്റ് സോങ് ആണ്. ഡുവറ്റ് സോങ് ഒറ്റയ്ക്ക് ഇരുന്ന് പൊരുതി അടിപൊളിയായിട്ട് തന്നെ പാടി കേട്ടാ. കാരണം ഈ പാട്ടിന് വേണ്ട ഒരു പ്ലേഫുൾനെസ് ഉണ്ട്. ഈ പാട്ടിന് വേണ്ട ഒരു എന്താ പറയുക, ഒരു കുസൃതി തരം എന്നൊക്കെ നമ്മൾ പറയില്ല, കുസൃതി അല്ലെങ്കിൽ ഒരു ചിയർഫുൾനെസ്, അതൊക്കെ ഹന്നയുടെ ബോഡി ലാംഗ്വേജിലും സിംഗിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഹന്ന അവിടുന്ന് പാടുന്നത്. ഈ പറയുന്ന പോലെ വലിയ മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ അവിടുന്ന് എന്താണോ ചെയ്തത് അത് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ ഹന്ന ചെയ്ത കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക ചേച്ചി. ഹനക്കുട്ടി എന്തോ നന്നായി പാടി. ഓക്കെ മാം, താങ്ക് യു. വെരി നൈസ് സെലക്ഷൻ. വലിയൊരു കയ്യടി. മോൾക്ക് ഹിന്ദി അറിയില്ല അല്ലെ? അങ്ങനെ അറിയില്ല, വലിയായിട്ട് അറിയില്ല. അല്ല, അറിയത്തേ ഇല്ല. പക്ഷെ എന്നാലും അറിയാണ്ട് തന്നെ ഇത്രയും ഭംഗിയായിട്ട് പാടിയില്ലേ? അതെ. കുറെ ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വാക്കുകളൊക്കെ, ചില അക്ഷരങ്ങൾ വാക്കുകൾ പ്രൊണൗൺസ് ചെയ്ത് കേട്ടപ്പോൾ ശരിക്കും ഒരു ഹിന്ദിക്കാരി പ്രൊണൗൺസ് ചെയ്യുന്ന മാതിരി ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. പിന്നെ കോറസ് നന്നായി സപ്പോർട്ട് ചെയ്തില്ലേ? താങ്ക്സ് പറഞ്ഞോ? താങ്ക് യു. എനിവേ നൈസ് പെർഫോമൻസ് ഹന്ന.
വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പണ്ടത്തെ ആ എന്ന് എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേയൊക്കെ മാറി. ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡിയർ. താങ്ക് യു ചേച്ചി. മാർക്ക് വേണ്ട അല്ലേ? വേണമെന്നുണ്ട്. തരാം എന്നാല്. വെറുതെ എന്തിനാ, വെറും കൈ കൊണ്ട് തിരിച്ചു പോണ്ട. കുറച്ച് മാർക്ക് തരാം, തന്നുവിടാം. ഓക്കെ ചേച്ചി. അപ്പൊ ഞാൻ ഈ പെർഫോമൻസിന് ഹനയ്ക്ക് തരുന്നു 8.7 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ? ഹന 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക? ഓക്കെ, അപ്പൊ ടോട്ടൽ 17.2. താങ്ക് യു.